സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഹോസ്പിറ്റൽ എന്നതിൻ്റെ ഒരു പിൻബലം നമ്മളെപ്പോഴും പേഷ്യൻറ്റിൻ്റെ സൊസൈറ്റിയുടെ നല്ല നിലനിൽപ്പിനെ സഹായിക്കുന്ന കാര്യമാണ്. ഇൻ കേസ് ഓഫ് ആൻ എമർജൻസി കെയർ നമ്മുടെ ഹോസ്പിറ്റൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്? നമുക്ക് പലപ്പോഴും ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു എമർജൻസി കെയർ അവിടുന്ന് വരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് എമർജൻസി റിസൾട്ട് വേണ്ടുന്ന ഇൻവെസ്റ്റിഗേഷൻ. പക്ഷേ ഒരു സമൂഹത്തിൽ പല സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മനുഷ്യർ ഹോസ്പിറ്റലിനെ ആശ്രയിക്കാറുണ്ട്, അല്ലെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വരാറുണ്ട്. ഹോസ്പിറ്റൽ ഒരു കാര്യത്തിന് വന്നു കഴിയുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ സാധാരണഗതിയിലായിരിക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ റെക്കമെൻഡ് ചെയ്യുക. ആ ഇൻവെസ്റ്റിഗേഷനിൽ ഫൈൻഡ് ചെയ്യപ്പെടുന്ന ഏതൊരു ക്രിട്ടിക്കൽ വാല്യൂ ഒരു എമർജൻസി സിറ്റുവേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റിയോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് അവിടെ ചോദ്യം ആകുന്നത് നമ്മളത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നതല്ലാത്തത് കൊണ്ട് ആ റിസൾട്ടിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ കൺസേൺ പേഴ്സണെ അറിയിക്കാൻ ഉള്ള ഒരു മാനദണ്ഡം പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജിംഗ് സർവീസസിൽ, നമ്മൾ ഡയഗ്നോസിസ് സർവീസസിൻ്റെ ക്ലിനിക്കൽ സർവീസസിൽ ഇതേ കാര്യം ചിന്തിച്ചതാണ്, ഡിസ്കസ് ചെയ്തതാണ്. ഇത് തന്നെ ഇമേജിംഗ് സർവീസിലും വരുമ്പോൾ അത് ഔട്ട്സോഴ്സ്ഡ് ആണെങ്കിലും ഇൻ ഹൗസ് ആണെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫലോപ്പിയൻ ട്യൂബിലാണ് പ്രഗ്നൻസി ഫൈൻഡ് ചെയ്തതെങ്കിൽ, യൂട്രസിന് പുറത്താണെങ്കിൽ ഒരു ഇമേജിംഗ് സർവീസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടെത്തുന്ന ഒരു കാര്യമാണ്. ഒരു എമർജൻസി സിനാരിയോ പെട്ടെന്ന് റൈസ് ആവുകയാണ് അവിടെ. സോ അത്തരത്തിൽ നമ്മുടെ ഒരു ക്രിട്ടിക്കൽ റിസൾട്ട് ഓർ ഇൻറ്റിമേറ്റഡ് ഇമ്മീഡിയറ്റ്ലി ടു ദ കൺസേൺഡ് പേഴ്സൺ ഓഫ് ഹോസ്പിറ്റൽ. അതെങ്ങനെ ചെയ്യണമെന്ന് ഒരു ഗൈഡ് ലൈൻ എഴുതി വെച്ചിട്ടുണ്ടാവണം നമുക്ക്. നമ്മളുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻചാർജിന് അത് ആരെയാണ് അറിയിക്കേണ്ടതെന്ന് ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതിന് കൃത്യ മാനദണ്ഡം ഉണ്ടാകണം. അത് ട്രീറ്റിംഗ് ഡോക്ടർ അല്ലെങ്കിൽ മെമ്പർ ഓഫ് ദ ട്രീറ്റിംഗ് ഡോക്ടർ അല്ലെങ്കിൽ കൺസേൺഡ് നേഴ്സ്, അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. വാർഡ് നേഴ്സിനെ അറിയിക്കാൻ, ഡോക്ടറെ അറിയിക്കാനുള്ള സാഹചര്യം കിട്ടുന്നില്ലെങ്കിൽ, സോ അത്തരത്തിൽ അതിന് കൃത്യമായി ഗൈഡ് ലൈൻസ് നമുക്കുണ്ടാവണം, റിട്ടേൺ ഡോക്യുമെൻ്റ് ഉണ്ടാവണം, എന്താണ് ഒരു ക്രിട്ടിക്കൽ വാല്യൂ ഒബ്സർവ് ചെയ്താൽ ചെയ്യേണ്ടതെന്നുള്ളത്. അത് ഓരോ മൊഡാലിറ്റിയിലും ഡിഫറൻ്റ് ആണ്. ഈച്ച് ആൻഡ് എവരി മൊഡാലിറ്റിക്ക് പ്രത്യേകമായും നമുക്ക് ഗൈഡ് ലൈൻസ് ഉണ്ടാവണം. ക്രിട്ടിക്കൽ വാല്യൂ ഫൈൻഡ് ചെയ്താൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ. അപ്പോൾ നമുക്ക് ഇതൊരു പ്രൊഫഷനാണ്. ആ പ്രൊഫഷനിൽ പെർഫോമൻസ് വേണം. ആ പെർഫോമൻസിന് എല്ലാ ദിവസവും ചെയ്യുന്ന റുട്ടീൻ കാര്യങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് വരുന്ന കാര്യങ്ങളെ നമുക്ക് വ്യത്യസ്തമായിട്ട് തന്നെ കാണാനായിട്ട് കഴിയണം. അവിടെ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് എന്ത് മാനദണ്ഡമാണ് ഉപയോഗിക്കേണ്ടത്, എമർജൻസി വരുന്ന സാഹചര്യങ്ങളിൽ റിപ്പോർട്ടിങ്ങിന് എങ്ങനെയാണ് റിപ്പോർട്ടിങ് ചെയ്യേണ്ടത്. ഓർക്കണേ, ഇങ്ങനെ ചെയ്യുന്ന റിപ്പോർട്ടിങ് വിളിച്ചങ്ങ് പറയുകയല്ല ചെയ്യേണ്ടത്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് അവിടെയുണ്ട്. റിപ്പോർട്ട് അയക്കാൻ ഇത് ക്രിട്ടിക്കൽ വാല്യൂ ആണ്, എമർജൻസി അലർട്ട് ആക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. എസ്പെഷ്യലി ഗ്രേപ്സ് IDMR ഉപയോഗിക്കുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് അലർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഉപയോഗിക്കാം. കാരണം ഇത് ആരാണ് ഇമേജ് ചെയ്തത്, ഏത് പേഷ്യന് വേണ്ടി, അവരുടെ ഒരേ പേരിൽ പല പേഷ്യൻ്റ് ഒരു ദിവസം വന്നിട്ടുണ്ടാവാം. അവരുടെ മെഡിക്കൽ റെക്കോർഡ് നമ്പർ, UHID എന്താണ് എന്ന് എഴുതിയിട്ടുണ്ടാവണം, എപ്പോൾ ചെയ്ത റിസൾട്ടാണ് എന്നുണ്ടാവണം, ആരാണ് റിസൾട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം, ആരാണ് അറിയിക്കുന്നതെന്താണ്, ആരെയാണ് അറിയിച്ചത് എന്നുണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ നമ്മൾ കാണുന്നത്. ക്രിട്ടിക്കൽ റിസൾട്ട് കൃത്യമായി കൺസേൺ പേഴ്സണെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കണം. അതാണ് AAC 8F കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയാണ്.